നിന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് വിധേയര സത്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളിൽ കേട്ടു. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുസരണമായിട്ട് പരിണമിക്കാൻ, ജീവിതത്തെ ശരിയായിട്ട് വിശകലനം ചെയ്യുവാൻ നമുക്കിടയായതുകൊണ്ട് ഈ പ്രാർത്ഥനയോട് നമുക്ക് ഇന്നത്തെ വചനപഠനത്തിനായിട്ട് ഒരുങ്ങാം. ഞാനത് സൗറിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുസരിച്ച് സൗറിനെ ക്ഷണിക്കുന്നു. Praise the Lord, brothers and sisters. Greetings in the name of the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങൾക്ക് വന്ദനം. I'm glad that we could study the word of God together. ദൈവവചനം ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2 weeks back we saw the background to the book of Ruth. രൂത്ത് എന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലം 2 ആഴ്ചകൾക്ക് മുമ്പേ നാം കാണുകയുണ്ടായി. Last week we saw the life of Naomi. കഴിഞ്ഞ ആഴ്ചയിൽ നവോമിയുടെ ജീവിതം നാം കാണുകയുണ്ടായി. We learned 3 lessons from her life. അവളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ 3 പാഠങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. Number 1, what should be the role of a wife in a family? നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഒരു കുടുംബത്തില് ഒരു ഭാര്യയുടെ പങ്ക് എന്താണ് എന്നാണ്. Number 2, the danger of being self-centered. സ്വയകേന്ദ്രീകൃതമായാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചാണ് രണ്ടാമത് പഠിച്ചത്. Number 3, God can change a hopeless situation into one of hope. പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തെ പ്രത്യാശ നിർഭരമായ സാഹചര്യമാക്കി മാറ്റാൻ സ്വർഗ്ഗത്തിൽ ദൈവത്തിന് സാധിക്കും എന്നുള്ളത് നമ്മൾ 3ാമത്തെ പാഠമായിട്ട് പഠിച്ചു. Today we are going to look at the life of Ruth. ഇന്ന് രൂത്തിന്റെ ജീവിതത്തെയാണ് നാം ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. Ruth is referred as Ruth the Moabite in chapter 1 verse 22. 1-ാമത്തെ അധ്യായം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ രൂത്തിനെ കുറിച്ച് പറയുന്നത് മോവാബ്യ സ്ത്രീയായ രൂത്ത് എന്നാണ്. In chapter 4 verse 10, Ruth is referred as Ruth the Moabite, the widow of Mahlon. 4-ാം അധ്യായത്തില് പറയുന്ന രൂത്ത്, മോവാബ്യ സ്ത്രീ രൂത്ത്, മഹ്ലോന്റെ വിധവയായ രൂത്ത് എന്നാണ് പറയുന്നത്. But in chapter 4 verse 13, we have a beautiful statement. Boaz took Ruth and she became his wife. എന്നാൽ 4-ാം അധ്യായം 13-ാം വാക്യത്തില് നാം വായിക്കുന്നത് ബോവാസ് രൂത്തിനെ സ്വീകരിച്ചു, അങ്ങനെ രൂത്ത് ബോവാസിന്റെ ഭാര്യയായി തീർന്നു. What a change in her status from being Ruth the Moabite to become Ruth the wife of Boaz. എത്ര വലിയ മാറ്റമാണ് നമ്മുടെ കാണുന്നത്. മോവാബി സ്ത്രീയായ രൂത്ത് എന്ന പേരിൽ നിന്നും ബോവാസിന്റെ ഭാര്യയായ രൂത്ത് എന്ന പേരിലേക്ക് രൂത്തിന് വ്യത്യാസമുണ്ടായി. Finally, we see her name in the genealogy of the Messiah as we read in Matthew chapter 1. അവസാനം നമ്മൾ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ വംശാവലി പറയുമ്പോൾ 1-ാം അധ്യായത്തിലെ രൂത്തിന്റെ പേര് അവിടെ കാണാനായിട്ട് സാധിക്കും. We will learn 4 lessons from the life of Ruth. രൂത്തിന്റെ ജീവിതത്തിൽ നിന്ന് 4 പാഠങ്ങളാണ് നാം ഇന്ന് ഒരുമിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. Number 1, her commitment. 1, അവളുടെ സമർപ്പണം. Number 2, Ruth's decision. 2-ാമത്തെ പാഠം രൂത്തിന്റെ തീരുമാനം. Number 3, Ruth's life of testimony. രൂത്തിന്റെ ജീവിത സാക്ഷ്യം, അതാണ് 3-ാമതായിട്ട് പഠിക്കാൻ പോകുന്നത്. Number 4, Ruth's impact on the life of Naomi. 4-ാമത് പഠിക്കാൻ പോകുന്നത് നവോമിയുടെ ജീവിതത്തിലേക്ക് വന്ന രൂത്തിന്റെ സ്വാധീനം എന്നതാണ്. Okay, we'll start with lesson 1, Ruth's commitment. 1-ാമത്തെ പാഠം നമുക്ക് നോക്കാം, രൂത്തിന്റെ സമർപ്പണം.
What is commitment? എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ? One thing, you don't ask questions. Why this? Why not that? Why now? Let me think about it. Maybe later. No questions of this sort. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ, എന്തുകൊണ്ട് ഇങ്ങനെ, പിന്നെ ഞാൻ ചിന്തിക്കാം, അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്നൊന്നും പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഈ സമർപ്പണം എന്ന വിഷയത്തിൽ വരികയില്ല. But is willing to make any sacrifice without counting the cost. സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ത്യാഗത്തെ, നഷ്ടത്തെ പരിഗണിക്കാതെ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കുന്ന ഒന്നാണ് സമർപ്പണം. I would like to highlight 3 passages, including one from Ruth, in the Old Testament about commitment. സമർപ്പണത്തെ കുറിച്ച് 3 പ്രധാന ഭാഗങ്ങൾ ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് രൂത്തിന്റെ പുസ്തകമാണ്. Number 1 is the commitment of Abraham to love God more than his son. ഒന്നെന്ന് പറയുന്നത് തന്റെ മകനേക്കാൾ സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അബ്രഹാം എടുത്ത സമർപ്പണം, തീരുമാനം. God told Abraham, take your son, your only son Isaac, whom you love, go to the land of Moriah and offer him as a burnt offering. ദൈവം ഇങ്ങനെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏകജാതനായ പുത്രനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇസ്ഹാക്കിനെ തന്നെ നീ എടുത്ത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മോരിയ മലയിൽ കൊണ്ടുപോയി അവിടെ ഒരു യാഗം നീ കഴിക്കണം, നീ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. And we know the story well. And Abraham implicitly obeyed God. നമുക്ക് ആ കഥ മൊത്തം അറിയാം. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. Abraham laid Isaac on the altar, raised his hand to slay him, to cut him to pieces. അബ്രഹാം തന്റെ മകനെ വിറകുകളെ അടുക്കിയിട്ട് അതിന്റെ മുകളിൽ കിടത്തി, താൻ തന്റെ കൈ ഉയർത്തി, തന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, ആ കത്തി ഉപയോഗിച്ച് തന്റെ മകനെ യാഗമായിട്ട് അർപ്പിക്കാൻ, നുറുക്കി യാഗമായിട്ട് അർപ്പിക്കാനായിട്ട് താൻ കൈ ഉയർത്തി. And the angel of the Lord immediately told Abraham, stop, don't do anything. Now I know you fear God, because you have not withheld your son, your only son from me. ഉടനെ തന്നെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇടപെടുകയും നിർത്തുക എന്ന് പറയുകയും ചെയ്തു. നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു, നീ നിന്റെ മകനേക്കാൾ അധികം നീ എന്നെ ഭയപ്പെടുന്നു എന്നുള്ള കാര്യം നീ ഇതിനാൽ തെളിയിച്ചു എന്ന് പറഞ്ഞു. That was Abraham's commitment to God, that he loves God more than his son. അതായിരുന്നു അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം, തന്റെ മകനേക്കാൾ അധികം താൻ ദൈവത്തെ സ്നേഹിച്ചു. Another passage in the Old Testament with regard to commitment is we see in the life of David. നമ്മൾ സമർപ്പണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള വേറൊരു ഭാഗം എന്ന് പറയുന്നത് ദാവീദിന്റെ ജീവിതമാണ്. When David was running for his life, he had a number of people with him. And in 2 Samuel chapter 23, we read about the mighty men who were with David. നമ്മള് 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദാവീദ് തന്റെ കൂടെയുള്ള ആൾക്കാർ, ശക്തിയുള്ള ആൾക്കാരുമായിട്ട് തന്റെ ജീവന് വേണ്ടി ഓടുന്ന സംഭവം വായിക്കുന്നു. And David was so thirsty. He really was thirsty, and he expressed his desire to have some water from the well of Bethlehem. ദാവീദ് വളരെ ദാഹിച്ചു, അല്പം വെള്ളമെങ്കിലും ബethlehem നിന്ന് കുടിക്കണമെന്ന് തനിക്ക് തോന്നി. And one thing we should realize, the town of Bethlehem was under the garrison of the Philistine army. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവിടെ
ഫിലിസ്തീയ സൈന്യത്തിന്റെ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. And we read about 3 mighty men of David. They said, our leader has asked for water, we will bring it. So they took their life in their hands, went to Bethlehem, to the well of Bethlehem, and brought water to David. നമ്മൾ വായിക്കുന്നത് ദാവീദിന്റെ 3 ശക്തരായ മലന്മാർ അവര് പറഞ്ഞു, നമ്മുടെ നേതാവിന് വെള്ളം ആവശ്യമുണ്ട്, ദാഹിക്കുന്നു, എന്ത് വില കൊടുത്തും നമ്മൾ വെള്ളം എടുക്കും. അങ്ങനെ അവര് പോയി ബethlehem പോയി അവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. David was so what I would say, maybe he did not expect this, but these people brought water even at the risk of their own lives. And he said, how can I drink this water? They have taken their lives in their hands, and I would not drink it. ദാവീദ് വളരെ ദാഹിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷേ ദാവീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്റെ കൂടെ ഈ 3 ശക്തരായ മനുഷ്യർ ഇത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ട് അവരുടെ ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ ബethlehem വരെ ഓടിപ്പോയി അവിടെ പോയി കിണറ്റിൽ പോയി വെള്ളം കോരി തനിക്ക് വെള്ളം കൊണ്ട് തരും എന്നുള്ള കാര്യം. താൻ അതുകൊണ്ട് ഇത്രത്തോളം എല്ലാവരും ദാഹിച്ചിരിക്കുകയാണ്, താൻ അതുകൊണ്ട് വെള്ളം കുടിച്ചില്ല. It's the commitment to please their leader. ഇത് അവർ ചെയ്ത് അവരുടെ നേതാവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യമാണ്. The third passage about commitment is in the book of Ruth. സമർപ്പണത്തിന്റെ മൂന്നാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം രൂത്തിന്റെ പുസ്തകം എന്നാണ്. Let us come to Ruth chapter 1. Let us read verses 16 and 17. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. Ruth is expressing her lifelong commitment to Naomi. രൂത്ത് നവമിയോട് തന്റെ ജീവിത അവസാനം വരെയുള്ള സമർപ്പണത്തെ കുറിച്ചാണ് പറയുന്നത്. This statement of Ruth has become a model for the commitment between husband and wife in their married life. ഇത് ഭാര്യ ഭർതൃ ബന്ധത്തിൽ ഉള്ള പറയാൻ പറ്റിയ നല്ല ശക്തമായ ഒരു പ്രസ്താവനയായിട്ടാണ് ഇരിക്കുന്നത്. In a marriage, husband makes a vow to commitment to his wife, and the wife makes a vow of commitment to her husband. വിവാഹത്തിൽ ഭർത്താവ് ഭാര്യയോട് ഒരു സമർപ്പണത്തിന്റെ പ്രതിജ്ഞ പറയും, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടും ഒരു സമർപ്പണത്തിന്റെ പ്രതിജ്ഞ പറയുന്നതാണ്. It's a lifelong commitment. That's what they are committing each other to. അതൊരു ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സമർപ്പണമാണ്. അതാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത്. But nowadays, people don't take this commitment seriously. എന്നാൽ ഈ നാളുകളിൽ പല വ്യക്തികളും ഇത്തരത്തിലുള്ള സമർപ്പണപരമായ ഇത്തരത്തിലുള്ള സമർപ്പണം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. Divorce is becoming common even among believers today. ഈ നാളുകളിൽ വിശ്വാസികളിൽ പോലും ഉപേക്ഷണം അല്ലെങ്കിൽ വിവാഹമോചനം വളരെ സാധാരണയായ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നു. In the New Testament, we come across Paul as a man who was totally committed to the Lord. പുതിയ നിയമത്തില് നാം കാണുന്ന അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് വളരെയധികം സമർപ്പണമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഉള്ളത്. In Philippians chapter 1 verse 21, Paul said, for to me to live is Christ and to die is gain. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ എന്നാണ്.
But people have replaced Christ with many other things. What to me to live is not Christ. It could be their studies, it could be their job, it could be their career, it could be their spouse, it could be their children, it could be their name or fame or whatever it is, their car or a house or whatever it is. We have replaced Christ with many things else. എന്നാല് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ക്രിസ്തു എന്ന സ്ഥലത്ത് ഇന്ന് ആധുനിക ക്രൈസ്തവർ അല്ലെങ്കിൽ വിശ്വാസികൾ മറ്റു പലതിനെയും കൊണ്ട് അവിടെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന് പകരം പലപ്പോഴും അവർ പറയും വിദ്യാഭ്യാസമാണ് പ്രാധാന്യം, വിദ്യാഭ്യാസമാക്കി മാറ്റും, അല്ലെങ്കിൽ ജോലിയാക്കി മാറ്റും, അല്ലെങ്കിൽ അവരുടെ കരിയറായിട്ട് മാറ്റും, അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ജീവിത പങ്കാളി ആ ഭാഗത്ത് സ്ഥലത്ത് വരും, അല്ലെങ്കിൽ അവരുടെ വീട്, അല്ലെങ്കിൽ അവരുടെ കാറ്, അല്ലെങ്കിൽ അവരുടെ തൊഴില് എന്തെങ്കിലും കൊണ്ട് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് അവർ മറ്റു പലതിനെയും കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. It's a time to examine our life, to ask the question to ourselves. Am I committed to my Lord? Am I committed to his church? Am I committed to my family? ഈ സമയം നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് പരിശോധന കഴിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് സമർപ്പണമുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ കർത്താവ് പണിയുന്ന സഭയോട് സമർപ്പണമുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ എൻ്റെ കുടുംബത്തോട് സമർപ്പണമുള്ള വ്യക്തിയാണോ എന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു സമയമാണ്. Okay, now let us come to lesson number 2 from the life of Ruth. Ruth's decision. നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് വരാം. ഈ രൂത്തിന്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തില് രൂത്തിന്റെ തീരുമാനം. In the passage we read in Ruth chapter 1 verses 16 and 17, the last part of verse 16, this is what we read: your people shall be my people, your God my God. ഒന്നാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം വായിച്ചതാണ്. ഒന്നുകൂടെ വായിക്കാം. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. Even though Naomi and Ruth had the same forefather, Terah, now Naomi is a descendant of Abraham and Ruth is a descendant of Lot, Abraham's brother, Haran's. ഇവർക്ക് ഇവരുടെ രണ്ടുപേർക്കും, ഈ നവോമിക്കും രൂത്തിനും, അവിടെ എല്ലാം പൂർവ്വപിതാവ് എന്ന് പറയുന്ന തേരഹാണ്. എന്നാൽ അത് കഴിഞ്ഞ് അബ്രഹാമിലൂടെ നാം ഇവിടെ നവോമിയെ കാണുന്നു, ലോത്തിലൂടെ നമ്മൾ രൂത്തിനെയും കാണുന്നു. The God of glory appeared to Abraham and told him, leave your people, leave your land, go to the place I will show you. തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്നിട്ട് ആ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന്. Abraham obeyed God, and it so happened Lot, who is Abraham's brother, Haran's son, he also went with him. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാമിനോടൊപ്പം തന്നെ അബ്രഹാമിന്റെ സഹോദരന്റെ മകനായ ലോത്തും കൂടെ അബ്രഹാമിന്റെ കൂടെ പോയി. So God brought Abraham to the land of Canaan, and Lot also was with him. അബ്രഹാമിനെ ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ലോത്തും കനാൻ ദേശത്തേക്ക് എത്തി. God blessed Abraham, and Abraham was rich in livestock, gold and silver. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. താൻ വലിയ മൃഗസമ്പത്തുള്ളവനായിട്ട് മാറി. തനിക്ക് ഒത്തിരി സ്വർണം ഉണ്ടായിരുന്നു. തനിക്ക് അങ്ങനെ പല കാര്യങ്ങളിൽ സമ്പന്നനായിട്ട് താൻ മാറി. God blessed Lot also, as he also believed in the God of Abraham. അബ്രഹാമിന്റെ ദൈവത്തിൽ താൻ എത്രത്തോളം വിശ്വസിച്ചു അതിനനുസരിച്ച് ദൈവം ലോത്തിനെയും അനുഗ്രഹിച്ചു. Lot also was rich with herds and flocks. ലോത്തും ആടുകളും മാടുകളുമായിട്ട് അങ്ങനെ രീതിയിലും താനും മൃഗസമ്പത്തില് ധനാട്ടിനായിരുന്നു. A time came, there was strife between Abraham's herdsmen and Lot's herdsmen. ഒരു സമയമെത്തി അബ്രഹാമിന്റെ ഇടയന്മാരും അതുപോലെ ലോത്തിന്റെ ഇടയന്മാരും തമ്മില് Abraham told Lot,
see, let there not be any strife between us because we are kinsmen. We are relatives. ആ പ്രശ്നമുണ്ടായ സമയത്ത് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നോക്കുക, നാം തമ്മിൽ ബന്ധുക്കളാണ്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വഴക്കുണ്ടാകരുത് എന്ന് അബ്രഹാം പറഞ്ഞു. Do one thing, you separate yourself. You go to the right, I'll go to the left. You go to the left, I'll go to the right. അബ്രഹാം ദാവീദിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് വേർപിരിയാം. നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, അല്ല നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം എന്ന് അബ്രഹാം പറഞ്ഞു. At that time, Lord should have told Abraham, uncle, after all, I came with you. God has blessed me because of you. And you have all the freedom to tell me where I should go. I will go. ഈ സമയത്ത് ലോത്ത് പറയേണ്ടിരുന്നത്, എൻ്റെ അങ്കിളെ, ഞാൻ അങ്കിളിന്റെ കൂടെയാണല്ലോ വന്നത്, എന്നോട് വേർപിരിയാൻ പറയരുത്, അല്ല ഞാൻ ഈ പോകണമെങ്കിൽ അങ്കിള് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാം എന്ന് വിനയത്തോട് പറയേണ്ട വ്യക്തിയായിരുന്നു. But he did not say that. Not only that, he thought it is a good opportunity to grab that choice to make the first or the opportunity to make the first choice to choose. അപ്പോ ലോത്ത് എന്നാൽ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ലോത്ത് വിചാരിച്ചു, നല്ലൊരു അവസരമാണ്, പണം ഉണ്ടാക്കാൻ പറ്റിയ നല്ല അവസരം, അങ്ങനെയാണെങ്കിൽ നല്ല നീരോട്ടമുള്ള സ്ഥലം നോക്കി താനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. So he looked around and saw the valley of Jordan. It was well watered, highly productive, and he decided, yes, that's where I want to go. അപ്പോ ലോത്ത് നോക്കി, യോർദാന്റെ അടുത്തുള്ള താഴ്വരയിൽ നല്ല വെള്ളോട്ടമുണ്ട്, നീരോട്ടമുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും അധ്വാനം ചെയ്ത് നല്ല ഫലം ഉണ്ടാകും, നല്ല കൃഷിയൊക്കെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് താൻ നോക്കിയിട്ട് ആ സ്ഥലം തന്നെ താൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. Time to think what type of people were living in the cities of the valley. എന്നാൽ ഈ താഴ്വരയിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലോത്ത് അങ്ങനെ ചിന്തിച്ചില്ല. And he immediately separated from Abraham and went to the valley of Jordan. ഉടൻ തന്നെ അദ്ദേഹം അബ്രഹാമിൽ നിന്ന് വേർപിരിയുകയും താൻ യോർദാന്റെ താഴ്വരയിലേക്ക് താൻ പോവുകയും ചെയ്തു. He came all the way to Sodom. He moved his tent as far as Sodom. താൻ തന്റെ കൂടാരം മാറ്റി അടിച്ചു അവസാനം താന് സോദോം വരെ എത്തി. And we read in Genesis chapter 13 verse 13, now the men of Sodom were wicked and great sinners. നമ്മളെ ഉൽപ്പത്തി പുസ്തകം 13 chapter 13 verse 13 വായിക്കുന്നത്, ഈ സോദോമിലെ ആൾക്കാർ വളരെ വൃത്തികെട്ട ആൾക്കാരായിരുന്നു, വളരെ മോശം സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. They were great sinners before the Lord, but Lot was not thinking of any of those things. ഈ വ്യക്തികൾ വളരെയധികം പാപം ചെയ്യുന്ന വ്യക്തികളായി ദൈവസന്നിധിയിൽ, എന്നാൽ ദൈവം ആ കാര്യം നോക്കുന്നില്ല. And when we come to chapter 14 verse 12, we see Lot dwelling in Sodom. നമ്മള് ഉൽപ്പത്തി 14:12 വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ലോത്ത് ഈ സ്ഥലത്തങ്ങ് താമസിക്കണം, സ്ഥിരതാമസക്കാരനായിട്ട് മാറുകയാണ്. And in chapter 19 verse 1, we see him at the gate of Sodom. That means he had become a leader of the town. നമ്മള് ഉൽപ്പത്തി 19 അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ലോത്തിനെ കാണുന്നത് ഈ സോദോമിന്റെ പട്ടണവാതിക്കലാണ്. എന്ന് പറഞ്ഞാൽ അവൻ അവിടുത്തെ വലിയൊരു നേതാവായിട്ട് മാറി, ഒരു ലീഡറായിട്ട് മാറി. And the leader, Lord's wife also would have become a very, very prominent person in the town of Sodom. മാത്രമല്ല ലോത്തിന്റെ ഭാര്യയും ഈ സോദോം പട്ടണത്തില് വളരെ അറിയപ്പെടുന്ന പ്രമുഖ സ്ത്രീകളിൽ ഒരാളായിട്ട് മാറി. And God's judgment came on Sodom and Gomorrah because of the wickedness of the people of Sodom and Gomorrah. സോദോം ഗോമോറയിലെ ജനങ്ങളുടെ വൃത്തികേട് നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി വരികയാണ് ചെയ്യുന്നത്. And the angel warned Lot and his family to run away from Sodom. But Lot's wife turned back and she became a pillar of salt.
clearly against the clear instruction given by the angel. ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നു. എന്നിട്ട് ലോത്തിനോടും ലോത്തിന്റെ കുടുംബത്തിലെ ആൾക്കാരെയും കൂട്ടി ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ദൈവദൂതൻ പറഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലാതെ വന്നു. താൻ കുറച്ചു ദൂരം പോയി, താൻ തിരിഞ്ഞു നോക്കി അവിടെ ഉപ്പ് തൂണായിട്ട് മാറി. Lot and his 2 daughters, they took shelter in a cave. ഈ അവസാനം ലോത്തിന്റെ 2 പെൺമക്കളും അവര് ഒരു ഗുഹയിലെ അഭയം തേടി. We read a sad story about the 2 daughters committing incest with their own father. നമ്മള് അവിടെ ഉണ്ടായ ഒരു വലിയൊരു ദാരുണമായ ഒരു കഥ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. അവരുടെ പിതാവുമായിട്ട് ബന്ധത്തിലേക്ക് വരികയും അങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം അവിടെ വായിക്കുന്നു. The result was Moab and Benami, or the Moabites and the Ammonites. അങ്ങനെയാണ് മോവാബ്യരും അമ്മോന്യരും ഉണ്ടാകുന്നത്. So Ruth must have thought through all the story in her mind. അപ്പോൾ രൂത്ത് മിക്കവാറും തന്റെ മനസ്സിൽ ഈ പഴയ ചരിത്രമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. She decided, I don't want to make a wrong decision like my forefather Lot. അവൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, എന്റെ പൂർവ്വപിതാവായ ലോത്ത് ചെയ്ത പോലെയുള്ള ഒരു തെറ്റായ തീരുമാനം എനിക്ക് ചെയ്യാൻ ഇടവരരുത്. Here is an opportunity for me to go to Bethlehem with my mother-in-law. ഇവിടെ എനിക്കൊരു സുവർണ അവസരമാണ്. എനിക്ക് എന്റെ അമ്മായിയമ്മയുടെ കൂടെ ബethlehem പോകാൻ കിട്ടിയ ഒരു അവസരം. I am not going to make the wrong decision to return to Moab. I would rather go to Judah, the land of Judah, with my mother-in-law. There is no doubt in my mind. അപ്പോൾ രൂത്ത് അതിനെക്കുറിച്ച് ശക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാകും. ഞാൻ എന്റെ അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് ഞാൻ യഹൂദി ദേശത്ത് പോകും, അവിടെ പോയി താമസിക്കും, അല്ലാതെ ഞാൻ മോവാബിലേക്ക് തിരികെ ഞാൻ പോകുകയില്ല എന്ന് രൂത്ത് തീരുമാനിച്ചു. Her decision was firm and clear. It was not an emotional decision. അവളുടെ തീരുമാനം വളരെ ഉറപ്പുള്ളതും ശക്തിയുള്ളതും ആയ തീരുമാനമാണ്. അത് വൈകാരികമായ ഒരു തീരുമാനമായിരുന്നില്ല. She clearly said, your people shall be my people. Your God, my God. രൂത്ത് വളരെ ശക്തമായിട്ട് ഒരു തീരുമാനിച്ചിട്ട് പറഞ്ഞു, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. Ruth's right decision became a blessing not only to Ruth but also to Naomi. ഈ രൂത്തിന്റെ ശരിയായ തീരുമാനം രൂത്തിന് മാത്രമല്ല ഒരു അനുഗ്രഹമായിട്ട് മാറിയത്, നവമിക്കും ഒരു അനുഗ്രഹമായിട്ട് മാറി. While Elimelech and his 2 sons made wrong decisions based on what was right in their own eyes, here is Ruth. She made the right decision that was pleasing to the Lord or in his eyes. നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, എലീമലേക്കും 2 ആൺമക്കളും അവര് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ തെറ്റായ തീരുമാനങ്ങൾ ചെയ്തു. എന്നാൽ ഇവിടെ കാണുന്ന രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ ശരിയായ ഒരു തീരുമാനം ചെയ്തു. God has promised to honor those who honor him. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. Time to check into our own lives. ഇത് നമ്മുടെ ജീവിതങ്ങളെ തന്നെ പരിശോധിക്കേണ്ട ഒരു സമയമാണ്. How do we make decisions? നാം എങ്ങനെയാണ് തീരുമാനങ്ങൾ ചെയ്യുന്നത്? On what basis? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം തീരുമാനങ്ങൾ ചെയ്യുന്നത്? Is it according to our convenience, according to circumstances? നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരണമായിട്ടാണോ? നമുക്ക് എന്തെങ്കിലും അനുകൂല സാഹചര്യങ്ങൾ നോക്കിയിട്ടാണോ നമ്മൾ തീരുമാനങ്ങൾ ചെയ്യുന്നത്? Or according to the principles in the word of God? അതോ ദൈവവചനത്തിലെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നാം തീരുമാനങ്ങൾ ചെയ്യുന്നത്? Or according to the revealed will of God? അതോ ദൈവത്തിന്റെ വെളിപ്പെട്ട ദൈവിക സത്യം, ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം തീരുമാനങ്ങൾ ചെയ്യുന്നത്?
we are making decisions every day, small, big. God is interested in our decisions, whether it is small or big. അനുദിന ജീവിതത്തിൽ നാം തീരുമാനങ്ങൾ ചെയ്യുന്നവരാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തീരുമാനങ്ങൾ ചെയ്യുന്നവരാണ്. ദൈവം നമ്മുടെ തീരുമാനങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. അത് ശരിയായ തീരുമാനങ്ങളാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Will we do what is right in our own eyes, or will we really think of what is right in the eyes of the Lord? നമ്മുടെ ദൃഷ്ടിയിൽ ശരിയായ തീരുമാനങ്ങളാണോ നാം ചെയ്യാൻ പോകുന്നത്, അതോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായ തീരുമാനങ്ങളാണോ ചെയ്യാൻ പോകുന്നത്? Okay, let us come to lesson number 3, Ruth's life of testimony. നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് വരാം, റൂത്തിന്റെ ജീവിത സാക്ഷ്യം. This is what other people testified about Ruth. നമ്മുടെ കാണുന്നത് ഈ കാര്യം മറ്റുള്ളവർ രൂത്തിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. In Hebrews chapter 11 verse 5, we read about Enoch. Enoch, before he was taken, was commended that he pleased God. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. It was a living testimony. While living, he was commended that he was pleasing God. അത് ജീവിക്കുന്ന സമയത്ത് തനിക്ക് ലഭിച്ച ഒരു സാക്ഷ്യമാണ്, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം. Whereas what we hear in a funeral, what people say about the dead man or dead person is a dead testimony, not a living testimony. ശവസംസ്കാര സമയത്ത് നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനുള്ള സമയത്തുള്ള സാക്ഷ്യമല്ല, മരിച്ച സമയത്തുള്ള ഒരു സാക്ഷ്യമാണ്. I remember one example in this regard. There were two brothers in a town, and they were real thugs. They were rogues. They were drunkards, and they were a terror to the people of the town. ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹമുണ്ട്. ഒരു ടൗണില് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് വളരെ വൃത്തികെട്ടവരും മദ്യപാനികളും അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു. And one day, one brother died. ഒരു ദിവസം രണ്ടുപേരിൽ ഒരാൾ മരിച്ചു. And the other brother went to the priest. He said, well, during the funeral, you have to, you know, my brother, whatever life he lived, but you have to say that he was a saint. I will give you whatever money you ask for this, for conducting the funeral. ഈ മരിച്ചുപോയ സഹോദരന്റെ മറ്റൊരു ജീവനുള്ള സഹോദരനുണ്ട്. അവൻ പോയിട്ട് പുരോഹിതനോട് പറഞ്ഞു, എന്തായാലും എന്റെ സഹോദരൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അങ്ങേക്ക് അറിയാം, അത് മരിച്ചുപോയി, പക്ഷേങ്കിൽ അവന്റെ ഫ്യൂണറൽ ഈ ശവസംസ്കാര സമയത്തിന് അവനൊരു വിശുദ്ധൻ എന്ന് അദ്ദേഹം പറയണം എന്ന് താങ്കൾ പറയണം. അത് പറയുന്നതിന് വേണ്ടി എത്ര പണം വേണ്ടി വരുമോ അത്രയും തരാമെന്ന് പറഞ്ഞു. And the priest thought through. He said, okay, and he agreed. പുരോഹിതൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്നിട്ട് പുരോഹിതൻ അവസാനം സമ്മതിച്ചു. And the time came for the priest to talk about this dead person. ഈ മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള സമയം ഈ പുരോഹിതന് വന്നു. And he started saying, well, you know, this man, and you know how he lived. He was such a worst person. He was a drunkard, and he was a rogue. He was talking all this, the real side of this man. എന്നാൽ ഈ പുരോഹിതൻ പറഞ്ഞു, ഈ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ, അവൻ വളരെ വൃത്തികെട്ട ജീവിതം നയിച്ചവനായിരുന്നു, വളരെ മദ്യപാനിയായ വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
And his brother got so angry. I had told him I will give any money. He had to tell that he was a saint. ഈ മരിച്ചുപോയാളുടെ സഹോദരൻ വളരെ ദേഷ്യമായി. അവൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ ഇവനൊരു വിശുദ്ധൻ എന്നുള്ള കാര്യം അങ്ങ് പറയണമെന്നുള്ള കാര്യം, അതിന് എന്ത് പണവും തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതി. And finally the priest said, compared to his brother, he was a saint. അവസാനം പുരോഹിതൻ പറഞ്ഞു, ഇവന്റെ സഹോദരനെ വെച്ച് നോക്കിയാൽ ഇവനൊരു വിശുദ്ധനാണ് എന്ന്. And that type of testimony is of no use. That is a dead testimony. What we hear in the funeral. ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല നാം ഈ നാളുകളിലൊക്കെ ശവസംസ്കാര സമയത്ത് നടത്തുന്ന സാക്ഷ്യങ്ങൾ. Now let us see what other people testified about Ruth. നമുക്കിനി കാണാൻ സാധിക്കുന്ന രൂത്തിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് സാക്ഷ്യമാണ് പറഞ്ഞത്. Ruth went to the field to glean, and she so happened to come to the field of Boaz. രൂത്ത് ഇങ്ങനെ അവിടെ വീണുന്ന ധാന്യങ്ങൾ പെറുക്കുവാൻ വേണ്ടി പോയി, വയലിലേക്ക് പോയി. അങ്ങനെ പോയി അവസാനം താൻ ബോവാസിന്റെ വയലിലെത്തി. And Boaz came after some time, and he saw this new woman. He asked maybe like a supervisor, who is this young woman? And let's hear what he told to Boaz about Ruth. ബോവാസ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ വയലില് ഈ ജോലി സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ താൻ ഒരു പുതിയ സ്ത്രീയെ അവിടെ നിന്ന് ധാന്യം പെറുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവിടെയുള്ള മിക്കവാറും സൂപ്പർവൈസർ പോലെ ജോലി ചെയ്യുന്ന ഒരാളോട് ആയിരിക്കാം. ബോവാസ് ചോദിച്ചു, ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീയെ കുറിച്ച് ബോവാസിനോട് ഈ പുരുഷൻ പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞ സാക്ഷ്യം നമുക്ക് കേൾക്കേണ്ടതാണ്. Let us read chapter 2 verse 7. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കാം. രൂത്ത് 2-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. He highlights two things about Ruth. രൂത്തിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വ്യക്തി ബോവാസിനോട് പറയുന്നത്. One is her humility. In English it says she told, please let me glean. So she was asking permission. Normally, according to the word of God, a poor person, widows, orphans, they have the right to come to a field after during the harvest, and they can glean the grain. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അവിടെ പ്ലീസ്, അപ്പൊ ദയവായി എന്നെ അനുവദിച്ചാലും എന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ രൂത്തിന്റെ വിനയം വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ യഹൂദ പശ്ചാത്തലത്തില് ഇവർക്ക് ഇങ്ങനെ വന്ന് please. Maybe this supervisor has seen people coming without any permission, gleaning something, taking something and going. But he saw something different in Ruth. She was polite. She was humble to get permission to glean. മിക്കവാറും ഈ സൂപ്പർവൈസറുടെ അടുക്കല് സൂപ്പർവൈസർ ഇഷ്ടംപോലെ മറ്റ് സ്ത്രീകളെ കണ്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടുണ്ടാവും. ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ധാന്യം പെറുക്കാനായിട്ട് പല ആൾക്കാരും അവരുടെ പശ്ചാത്തലത്തില് വിധവമായ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരില്ലാത്തവർക്ക് ഇങ്ങനെ വന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോ അവര് വരുന്നു, അവര് പെറുക്കുന്നവർ പോകുന്നു. എന്നാൽ രൂത്തിന്റെ പ്രത്യേകത, രൂത്ത് വന്നിട്ട് അനുവാദം ചോദിച്ചിട്ട്, വളരെ വിനയത്തോടുകൂടി അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ധാന്യം പെറുക്കുന്നത്. So that he saw that and he is telling Boaz. That is one thing. The second thing is he highlights about her hard work. She has been gleaning. She has been working only with little rest. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് കണ്ട ഒരു നല്ല കാര്യമായിട്ട് ബോവാസ് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവൾ രാവിലെ വന്നിട്ട് ഇതുവരെയും അവൾ ഇങ്ങനെ ധാന്യം പെറുക്കിക്കൊണ്ടിരിക്കുന്നു, അവള് ഒട്ടുമേ റെസ്റ്റ് എടുത്തില്ല എന്ന് പറയണ്ടായി.
Okay, this is what maybe we can call him a supervisor when he told Boaz. Boaz called Ruth. And let us see how he appreciated Ruth. ഇത് ഇങ്ങനെ പറഞ്ഞ് ബോവാസ് കേട്ടതിനു ശേഷം ബോവാസ് നേരിട്ട് രൂത്തുമായിട്ട് സംസാരിക്കുന്നു. നമുക്കത് വായിച്ചു കാണാൻ സാധിക്കും. Let us read chapter 2 verse 11. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. So Boaz appreciates Ruth for two things. ബോവാസ് രൂത്തിൽ 2 നല്ല കാര്യങ്ങൾ കാണുകയും അത് അഭിനന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. Number one, her care for Naomi, her mother-in-law. അതിൽ ഒരു ആദ്യത്തെ കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂത്തിന് തന്റെ അമ്മാവി അമ്മയോടുള്ള കരുതൽ. Number two, her sacrifice to leave her people to come to a people she did not know. തനിക്ക് പരിചയമുള്ള നാടും നാട്ടുകാരെയും വിട്ടിട്ട് തനിക്ക് പരിചയമില്ലാത്ത നാട്ടിലേക്ക് നാട്ടുകാരുടെ അടുക്കിലേക്ക് വരാൻ ആയിട്ട് താൻ കാണിച്ച സമർപ്പണം, ആ ത്യാഗ മനോഭാവം. So when Naomi and Ruth had come to Bethlehem, Boaz is a close relative of Elimelech, the husband of Naomi. So he wanted to know what is happening with them, and this is what he was told about Ruth, and this is what is Boaz is telling Ruth. So it's what people have already testified about Ruth, what he heard about Ruth, now he is telling her. നമ്മുടെ കാണുന്നത് രൂത്ത് നവോമിയോട് കൂടെ ബethlehem വരികയും തന്റെ കൂടെ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോമിയുടെ ഭർത്താവായ എലീമലേക്ക് ബോവാസിന്റെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ അടുത്ത ബന്ധുവായ സ്ഥിതിക്ക് ബോവാസ് എലീമലേക്കിന്റെ ഭാര്യ നവോമി തിരിച്ചു വന്നു. അപ്പോ നവോമിയുടെ കൂടെ മരുമകളും വന്നു എന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോ ഈ കാര്യം ഈ സമയത്ത് അറിഞ്ഞ കാര്യം താന് രൂത്തിനോട് പറയുകയാണ്, ഞാൻ അറിഞ്ഞു, ഇപ്പൊ ഞാൻ നിന്നിൽ കണ്ടിരിക്കുന്നുള്ള കാര്യം പറയുകയാണ് ചെയ്തത്. So it is how Boaz testified about Ruth from what he heard about her. അവൻ കേട്ട കാര്യത്തിൽ വച്ചുകൊണ്ട് അവൻ ഇവിടെ രൂത്തിനോട് സാക്ഷ്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ് ചെയ്തത്. And in verse 12, the second part, Boaz expresses his appreciation of Ruth because she has come to take refuge under the wings of the God of Israel. ബോവാസ് 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ അഭയം തേടാൻ വേണ്ടി രൂത്ത് വന്നത് കാരണം ദൈവത്തിൽ അത് കാരണമുള്ള തന്റെ അഭിനന്ദനം താൻ ഇവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. Now you have come to trust God, the God of Israel. I really appreciate you. You know, that is what almost he is saying. ബോവാസ് ഇവിടെ പറയുന്നത്, നീ യഹോവയായ ദൈവത്തിൽ അഭയം തേടി വന്നിരിക്കുന്നു, അത് തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. And in chapter 3 verse 11, the second part, Boaz says, for all my townsmen know that you are a worthy woman, a woman of excellence. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ബോവാസ് പറയുന്നു, ഈ പട്ടണത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം നീ ഒരു ഉത്തമയായ സ്ത്രീയാണ്, ഒരു നല്ല സ്ത്രീയാണ് എന്നുള്ള കാര്യം. Boaz has been watching Ruth very closely for the past 10 to 12 weeks during the harvest, and that confirmed what townsmen also had felt about Ruth. She is a woman of excellence. ബോവാസ് കഴിഞ്ഞ 10-12 ആഴ്ചയായിട്ട് നവോമിയും രൂത്തും അവരെ ബethlehem എത്തിയതിനു ശേഷം ഈ രൂത്തിന്റെ ജീവിതം വളരെ ക്ലോസ് ആയിട്ട് വളരെ അടുത്ത് വീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല ഈ സമയത്ത് താൻ പട്ടണക്കാരിൽ നിന്നും
പട്ടണക്കാരുടെ അഭിപ്രായം തനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. So this is what people who had seen Ruth testified about Ruth. ഇതാണ് രൂത്തിന്റെ ജീവിതം കണ്ട ആൾക്കാർ രൂത്തിനെ കുറിച്ച് പറഞ്ഞ സാക്ഷി. What is, time to once again time to check into our own life. How is our testimony? നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. What will our family members, our colleagues in our workplace, our friends in our school or college, the people in the society, what will they say of us? നമ്മെ കുറിച്ച് നമ്മുടെ വീട്ടിലെ ആൾക്കാർ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സഹപ്രവർത്തകർ, സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ സ്കൂളിലെ കൂട്ടുകാർ, അല്ലെങ്കിൽ ജോലി മറ്റു സ്ഥലത്താണ് അവിടെ സമൂഹത്തിലെ ആൾക്കാർ നമ്മെ കുറിച്ച് എന്താണ് പറയുന്നത്? Do we have a living testimony? നമുക്കൊരു ജീവനുള്ള സാക്ഷ്യമുണ്ടോ? Or are we going to wait for people to say testimony in our funeral? അതാണോ നാം നമ്മുടെ ശവസംസ്കാരത്തിനായിട്ട് ആൾക്കാരെ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? Let us examine our lives. I think the life of Ruth is a real challenge for us. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. രൂത്തിന്റെ ജീവിതം നമുക്ക് വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. Let us come to lesson number 4. Ruth's impact on the life of the impact of Ruth's life on the life of Naomi. രൂത്തിന്റെ ജീവിതത്തിലുള്ള സ്വാധീനം, നവമിയുടെ ജീവിതത്തിൽ വന്ന സ്വാധീനം. രൂത്തിന്റെ ജീവിതം നവമിയുടെ ജീവിതത്തിൽ വന്ന സ്വാധീനം. Naomi tried her best to tell Ruth, you go back. Your sister-in-law Orpah has gone. You also go back. നവമി തന്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് രൂത്തിനോട് പറഞ്ഞു, നീ മടങ്ങിപ്പോകൂ, നിന്റെ സഹോദരിയായ ഓർപ്പ മടങ്ങിപ്പോയല്ലോ, നീ മടങ്ങിപ്പോകൂ എന്ന് നവമി സർവ്വശക്തിയും എടുത്തുകൊണ്ട് രൂത്തിനോട് പറഞ്ഞു. And Ruth said, your God shall be my God. എന്നാൽ രൂത്ത് പറഞ്ഞു, അങ്ങയുടെ ദൈവം എന്റെ ദൈവം. That put Naomi on the spot. അതാണ് നവമിക്ക് വളരെ ഒരു ഉള്ളിൽ വ്യത്യാസം ഉണ്ടാക്കിയ കാര്യം. Your God. നിന്റെ ദൈവം. Naomi started thinking, do I know my God? The God of Abraham, Isaac and Jacob? നവമി ചിന്തിക്കാൻ തുടങ്ങി, എന്റെ ദൈവം, എനിക്ക് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവത്തെ അറിയാമോ? Do I believe him? ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? Do I trust him? ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? She had not done the last 10 to 12 years. കഴിഞ്ഞ 10-12 വർഷമായിട്ട് നവമി ഈ ദൈവത്തെ ആശ്രയിക്കാതെ ജീവിച്ച ഒരു സ്ത്രീയാണ്. Now Naomi looks at Ruth. She says with determination, your God shall be my God. ഈ സമയത്ത് നവമി രൂത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. രൂത്ത് പറയുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടെ പറയുകയാണ്. And Naomi stopped persuading her. So Naomi and Ruth started their journey and came to Bethlehem. ഇത്രയും കഴിഞ്ഞപ്പോൾ നവമി വീണ്ടും അവളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്ത് അവർ ബെത്ലഹേമിലേക്ക് എത്തി. Once they came to Bethlehem, Naomi did not have to tell Ruth, well, Ruth, better go for work. We have to live. We have to somehow sustain ourselves. You cannot just waste your time. Better get out and go for work. Look for work. രണ്ടുപേരും ബെത്ലഹേമിൽ എത്തിയതിനു ശേഷം നവമിക്ക് രൂത്തിനോട് ഇങ്ങനെ പറയേണ്ടി വന്നില്ല. നീ പണിക്ക് പോകണം, നമ്മുടെ രണ്ടുപേർക്ക് ജീവിതം ജീവിക്കണം,
നീ പുറത്തു പോക്കോ, പുറത്തുപോയി പണിയെടുത്തിട്ട് കാശ് കൊണ്ടുപോവാ എന്ന് പറയേണ്ടി വന്നില്ല. Ruth took the initiative. As രൂത്ത് we read in ഇവിടെ chapter 2 verse 1, she said, let me go and glean in the field. ഈ സമയത്ത് രൂത്ത് ആണ് നമ്മൾ വായിക്കുന്നത്. രൂത്ത് അതിന്റെ ആദ്യം സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. അവൾ പറയുകയാണ്, ഞാൻ പോകട്ടെ, വയലുകളിൽ പോയി അവിടെ ധാന്യം പെറുക്കിക്കൊണ്ട് വരാം എന്ന്. Let us read chapter 2 verse 1. നമുക്ക് 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. നവമിക്ക് തന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. കണ്ടിന്യൂ. I'm sorry, verse 2. Verse 2. ഓക്കെ. അവന് ബോവാസ് എന്ന പേർ. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. Now Ruth took the initiative, and Naomi really appreciated that. She said, go daughter, go. ഈ സമയത്ത് രൂത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ രൂത്തിന്റെ തീരുമാനത്തെ നവമി അഭിനന്ദിക്കുന്നു. മോളെ നീ പൊയ്ക്കൊള്ളുക എന്ന് നവമി രൂത്തിനോട് പറയും. After now Ruth left, the whole day Naomi would have really thought about Ruth, how much she loves me, how much she cares for me, how she is willing to take the initiative to go for work. All this would have really started the change in Naomi's attitude. രൂത്ത് പകൽ സമയത്ത് പണിക്ക് പോയപ്പോൾ വീട്ടില് തനിയെ ഇരിക്കുന്ന നവമി മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ എത്രത്തോളം ഇവൾ സ്നേഹിക്കുന്നു, ഇവൾ എനിക്ക് വേണ്ടിത്തോളം കരുതുന്നു. അപ്പോ ഈ ചിന്ത നവമിയുടെ ജീവിതത്തില് സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. So in the evening she was just waiting for Ruth to return. വൈകുന്നേര സമയമായപ്പോൾ രൂത്ത് വരുന്നതിന് വേണ്ടി നവമി വീട്ടില് തന്നെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. And when she came, she makes a loving inquiry. Daughter, how did things go with you? വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വളരെ സ്നേഹത്തോടു കൂടെയുള്ളൊരു അന്വേഷണമാണ് നടത്തുന്നത്. മോളെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി എന്നാണ്. Let us read chapter 2 verse 19. 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. അമ്മാവിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്, എവിടെയായിരുന്നു വേല ചെയ്തത്, നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തതെന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്ത് എന്ന് പറഞ്ഞു. Now Naomi could see God's hand on Ruth. ഈ സമയത്ത് നവമിക്ക് ദൈവത്തിന്റെ കരങ്ങൾ രൂത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. It was God who made Ruth to go to the right place, to the field of Boaz. ബോവാസിന്റെ വയലിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാനായിട്ട് സഹായിച്ചത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. Ruth does not know the town and whose field is whose and where to go and all these things. It was God who led Ruth to the field of Boaz. വാസ്തവത്തിൽ രൂത്തിന് ഇവിടെ ആരുടെ വയലുണ്ടെന്നോ ആരൊക്കെയാണ് ആൾക്കാരെന്നോ ഒന്നും രൂത്തിന് അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവമാണ് രൂത്തിനെ ആ രീതിയിലേക്ക് മുന്നോട്ട് നയിച്ചത്. Now Naomi could understand that it is God who is working behind all this. ഈ സമയത്ത് നവമിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവമാണ്. And it was God who made Boaz to show favor to Ruth. Naomi could understand that. രൂത്തിനോട് ദയ കാണിക്കാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവമാണ് ബോവാസിന്റെ ഹൃദയത്തെ ഒരുക്കിയത്. So now Naomi was so thankful to God for Boaz. ഇപ്പോൾ ബോവാസിനെ ഓർത്തിട്ട് നവമിക്ക് ദൈവത്തോട് വളരെ നന്ദിയുണ്ട്.
Let us read chapter 2, verse 20. 2-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നവമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവമി അവളോട് പറഞ്ഞു. So now Naomi could acknowledge God. Yes, God is there. God will work out. And now she could understand that her life is one of hope. ഈ സമയത്ത് നവമിക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച പ്രത്യാശയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ നിർഭരമായ സാഹചര്യത്തിൽ നവമി എത്തി. Naomi became a very transformed woman. നവമി ഈ സമയത്ത് ഒരു രൂപാന്തരം പ്രാപിച്ച സ്ത്രീയായിട്ട് മാറി. From a life of bitterness, she came to a stage. Now she could show concern for her daughter-in-law. ഒരു തിക്തമായ ജീവിത സാഹചര്യങ്ങളുടെ മുഖത്തു നിന്നും നവമി ഇവിടെ മാറി ഇപ്പോൾ ഒരു സ്നേഹത്തോടും കരുതലോടും കൂടെ തന്റെ മരുമകളോടൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു നല്ല ഹൃദയത്തിനുടമയായിട്ട് നവമി മാറി. Instead of blaming God for her own mistake, but now she could appreciate God for Boaz. ദൈവത്തോട് പിറുപിറുക്കുന്നതിന് പകരം ഈ സമയത്ത് ദൈവത്തോട് വളരെ കരുതലോട് ഇടപെടാൻ നവമിക്ക് സാധിക്കുന്നു. Chapter 3, verse 1, Naomi tells, definitely I will do something for you. Let us read chapter 3, verse 1. 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അവരുടെ അമ്മാവി അമ്മയായ നവമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? ബ്രദർ, now she understood her responsibility and concern for her own daughter-in-law. ഈ സമയത്ത് അവൾക്ക് അവളുടെ മരുമകളെ ഓർത്തുള്ള കരുതൽ ഈ സമയത്ത് ഉണ്ടായി. This is God's way of working. No, this is God's way of working. ഇത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ബ്രദർ, there is a class at 8 o'clock. People are on live. For me, there is a class at 8 o'clock. Another 2 minutes. Shall I ask Brother Jason to translate? Yeah. Okay. I'm almost done. Brother Jason, can you just translate? Yes. I'm just leaving. God's way of working is not the way we think. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നാം ചിന്തിക്കുന്ന രീതിയിലല്ല പലപ്പോഴും. Ruth loved Naomi and cared for her. Pardon? നവോമിയെ കരുതലുള്ളവളാകാൻ ദൈവം പഠിപ്പിച്ചു. And now Naomi cared for Ruth. ഇപ്പോൾ നവോമി രൂത്തിനോട് കരുതലുള്ളവളായി മാറിക്കഴിഞ്ഞു. It all started with Ruth's decision to go with Naomi to Bethlehem. ഇതെല്ലാം ആരംഭിച്ചത് നവോമിയുടെ കൂടെ ബെത്ലഹേമിലേക്ക് പോകുവാനുള്ള രൂത്തിന്റെ തീരുമാനത്തിലാണ്. She did not know anything about her future. What future would hold for her, she did not know. അവൾക്ക് തന്റെ ഭാവിയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഭാവിയിൽ തനിക്ക് വേണ്ടി ദൈവം കാത്തുവെച്ചത് എന്തൊക്കെയാണെന്ന് അവൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. God had a bright future for her. ദൈവത്തിന് അവളെ കുറിച്ച് മനോഹരമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. Year 2021 is going to be over in few days. 2021 നമ്മളെ വിട്ടുപോകുവാൻ ആരംഭിച്ചു. How things would be in 2022, we do not know. 2022 നമ്മളെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. But we have a God who has planned a bright future for each one of us. എന്നാൽ നമുക്ക് മനോഹരമായ ഒരു ഭാവി കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്കറിയാം. And next week we are going to look at the life of Boaz and how God brought a wonderful future
to Ruth as well as to Naomi. അടുത്ത ആഴ്ച നാം ബോവാസിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. രൂത്തിന് മാത്രമല്ല നവോമിക്കും മനോഹരമായ ഒരു ഭാവി എങ്ങനെ ബോവാസിലൂടെ ഉണ്ടായി എന്ന് നമ്മൾ കാണും. Let us take a minute. Am I a blessing to others? Many times we only ask, Lord, bless me, bless me. God has blessed us enough. Let us think of being a blessing to others, and in that process, we also will be blessed. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം ദൈവത്തോട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതോ നാം വാസ്തവത്തിൽ നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടോ? So we have lessons to learn from the life of Ruth. രൂത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ഏറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. May God help us to think about Ruth, how God dealt with her. It's a small book. We can read the book once or twice. That will be a real blessing for us. നമുക്ക് രൂത്തിന്റെ ജീവിതത്തിൽ നിന്നും അനേകം പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പുസ്തകം ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുന്നത് നമുക്ക് വളരെ അനുഗ്രഹകരമായിട്ട് തീരും. May God bless us. May God willing, we'll study from the life of Boaz next week. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമ്മൾ ബോവാസിന്റെ ജീവിതത്തിൽ നിന്നും തുടർന്നുള്ള ആഴ്ചയിൽ പഠിക്കും. May God's name be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Amen. ആമേൻ. നമുക്ക് വീണ്ടും മനോഹരമായ ഒരു ജീവിത കഥ, ഒരു 3000 വർഷം മുമ്പ് ജീവിച്ച ആളുകളാണ് ഇവര്. രൂത്തൊക്കെ 1000 BC-യിലുള്ള ആളുകളാണ്. ഇവരുടെ രൂത്തിന്റെ നവോമിയുടെ ഒക്കെ ജീവിതത്തിൽ നിന്നും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെ കുറിച്ച് ദൈവം എങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നു. ഞാനിത് കേട്ടപ്പോൾ പ്രത്യേകം ഓർത്ത്, ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുകയില്ല നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നവോമിയെ പോലെ ഒരു കൈപ്പുള്ള ഒരു വ്യക്തി, ദൈവത്തിന്റെ പ്രമാണങ്ങൾ കാറ്റിൽ പറത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിക്കും ദൈവം മാനസാന്തരം കൊടുത്തു. ആ വ്യക്തി അവസാനം നമ്മൾ കേട്ടു അതൊരു കയ്പിന്റെ ജീവിതത്തിൽ നിന്നും ഒരു കരുതലിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ പരാതിയിൽ നിന്നും അവള് ദൈവത്തിന്റെ പ്രവൃത്തികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്ന ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം. അതുപോലെ തന്നെ സ്വയകേന്ദ്രീകൃതമായ ജീവിതം, തന്റെ കാര്യം മാത്രം ചിന്താബ എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നും തന്റെ മരുമകൾക്ക് വേണ്ടി കരുതുന്ന, ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ലേ എന്ന് കരുതുന്ന ഒരു ജീവിതം. ഇതാണല്ലോ ഈ രൂപാന്തരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഏതു പ്രായത്തിലും രൂപാന്തരം സംഭവിക്കാം. നമ്മളെല്ലാം ജീവിതത്തെക്കുറിച്ച്, ഒരാളെ കുറിച്ച് നമ്മളെല്ലാം ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടതുപോലെ രൂപാന്തരം വന്നിട്ടില്ല, നാം വേണ്ടതുപോലെ രൂപാന്തരപ്പെട്ടില്ലെങ്കിലും നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് രൂപാന്തരപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ദൈവത്തിന്റെ കരങ്ങളെ പ്രവർത്തനങ്ങളിൽ കാണുവാനുള്ള സാധ്യതയുണ്ട്. ദൈവം നമ്മളെ സമർപ്പിച്ചു. നമുക്ക് നാളെക്കുറിച്ച് നമുക്ക് പലതും അറിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മളെ വിളിച്ച, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നല്ലവനായ ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളത് നന്ദിയോടും സ്തോത്രത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നമ്മളെ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ്. വളരെ എനിക്ക് തോന്നുന്നു നമ്മൾ പലരും മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കാം, പക്ഷെ ദൈവത്തിൽ എത്ര വലിയൊരു മോട്ടിവേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഭക്തനിങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നാളെയെക്കുറിച്ച് എനിക്കെല്ലാം അറിയില്ല, പക്ഷെ നാളെ താങ്ങുന്നത് ദൈവത്തിന്റെ കരങ്ങളാണെന്ന് അറിയാം. ദൈവം വളരെ മോശമായ പശ്ചാത്തലത്തിൽ വിളിച്ച് വേർതിരിച്ച ഒരു സ്ത്രീയെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. നമ്മളെയും ദൈവം അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവനം പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് സൗര ദൈവം വലിയ കൃപ കൊടുത്തു. നമുക്കും അതൊരു അനുഗ്രഹമായിട്ട് തീർന്നു. നമുക്ക് ഇത് കേൾവിയുടെ അനുഗ്രഹം മാത്രമല്ല, നമ്മുടെ മനോഭാവങ്ങൾ വരുത്തുന്ന മാറ്റം എല്ലാം വരുത്തി നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട്, നമ്മൾ ഓരോരുത്തർ ഇന്ന് കേട്ട എല്ലാവരും, നമ്മളെല്ലാം ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.